ഏറെ നിർണായകമായ ചോദ്യങ്ങളുടെ മുനമ്പിൽ പശ്ചിമേഷ്യ നിൽക്കുന്ന മണിക്കൂറുകളാണ് പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എവിടെ വരെ ഇനി ഈ സംഘർഷം എന്ന ചോദ്യം അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. زدن پشتم زدن پشت رویزانم زدن یا سید الشهدا مامان ഇറാനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. മുറിവേറ്റ ഒരു രാജ്യമായി ഇറാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരടക്കം 78 പേർ ഇതിനകം മരിച്ചു എന്നുള്ള വാർത്തകളാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. IRGCയുടെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ തലവനായ ഹുസൈൻ സലാമി, അതുപോലെ മുഹമ്മദ് ബഗേരി, അവരുടെ സൈന്യ തലവൻ മുഹമ്മദ് ബഗേരി അടക്കം പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ, അതുപോലെ ആണവ ശാസ്ത്രജ്ഞരടക്കം 78 പേർ മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് വരുന്ന മണിക്കൂറുകളിൽ എന്തൊക്കെ ആണ് സംഭവിക്കാനിരിക്കുക എന്ന് വല്ലാത്ത ആശങ്കയോടെ പശ്ചിമേഷ്യ കടന്നു പോകുന്ന ഒരു സമയമാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി വരുന്നത് ഇറാന്റെ പ്രതികരണം. അതിലൊന്ന്, ഇത് അമേരിക്ക അറിയാതെ നടന്ന ഒന്നല്ല. വരുന്ന ഞായറാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് 6ാം റൗണ്ട് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള 6ാമത്തെ റൗണ്ട് ചർച്ച നിശ്ചയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫും അബ്ബാസ് അറാക്ഷിയും നേർക്കുനേർ ഇരിക്കുന്ന ഒരു മുഹൂർത്തം നിശ്ചയിച്ച് അതിനുശേഷമാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി എന്ന് പറയാമെന്നറിയില്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒക്കെ അത്തരത്തിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാനായി കോപ്പുകൂട്ടുന്നു എന്നുള്ള വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ, NBC അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ആക്രമണം അത് ഇറാനെ വല്ലാതെ ഉലച്ചു കളഞ്ഞ ആക്രമണമാണ് എന്ന് പറയേണ്ടി വരുന്നു. അവരുടെ ഏറ്റവും ഈ സൈന്യത്തിന്റെ തന്നെ IRGCയുടെയും അവരുടെ സൈനിക സംവിധാനത്തിന്റെ ഒക്കെ മാസ്റ്റർ ബ്രെയിനുകൾ എന്ന് പറയാവുന്ന അവരുടെ സൈനിക ഉദ്യോഗസ്ഥരെ തന്നെ വധിച്ചതിലൂടെ ഇസ്രയേൽ അവരുടെ ആക്രമണം എത്രത്തോളം ആസൂത്രിതമായിരുന്നു. ഒരുപക്ഷെ അത് വർഷങ്ങൾ നീണ്ട ഒരു നിരീക്ഷണത്തിനൊക്കെ ഒടുവിൽ ഉണ്ടായ ഒരു ആക്രമണമാണ് എന്ന നിലയിലൊക്കെയാണ് ഇവിടെ നിന്നുള്ള നിരീക്ഷകരൊക്കെ ആ നിലയ്ക്കുള്ള വിലയിരുത്തലുകളൊക്കെയാണ് നടത്തുന്നത്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ പ്രതികരണം, റഷ്യയുടെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. റഷ്യ കൃത്യമായിട്ടും ഇറാനൊപ്പമാണ് എന്ന നിലപാട് അറിയിച്ചിരിക്കുന്നു. സൗദി അറേബ്യയും അതുപോലെ തന്നെ ഇത് ഒരു രാജ്യത്തിന്റെ, തങ്ങളുടെ സഹോദര രാജ്യത്തിന്റെ, ഒരു പരമാധികാര രാജ്യത്തിന്റെ അവരുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് എന്ന നിലയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് NPTയിൽ ഒപ്പിട്ട ഒരു രാജ്യമായ ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണം നിർണയിക്കുന്നത്, അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണത്തിനെതിരായിട്ട് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് NPTയിൽ ഒപ്പിട്ടിട്ട് പോലും ഇല്ലാത്ത ആണവശക്തിയായ ഇസ്രയേലാണ് എന്നുള്ളതാണ് ഇതിൽ വരുന്ന വലിയ വൈരുദ്ധ്യം. അപ്പൊ ഇതടക്കമുള്ള കാര്യങ്ങൾ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ. ഏതായാലും വരുന്ന മണിക്കൂറുകൾ ഒട്ടും സുഖകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇറാനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു ഭീകരാക്രമണമായിട്ടാണ്, ഇസ്രയേൽ നടത്തിയ ഒരു ഭീകരാക്രമണമായിട്ടാണ്. പ്രത്യേകിച്ചും പുലർച്ചെ 3:30 നതാൻസ് ആണവ കേന്ദ്രത്തിലേക്ക്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രത്തിലേക്കും അതുപോലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഇത് ഒരു പരമാധികാര രാജ്യത്തിന്റെ അവരുടെ ആ രാജ്യത്തിന്റെ അന്തസ്സിന് നേരെയുള്ള,
അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളിയാണ് സത്യത്തിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ അതിശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ, ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ 100-ലധികം ഡ്രോണുകൾ വെച്ച് തിരിച്ചടിച്ചു. പക്ഷെ അതൊന്നുമല്ല, അതിനപ്പുറത്ത് ഇസ്രായേൽ തന്നെ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള എംബസികൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺസുലേറ്റ് സേവനങ്ങളൊന്നും തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ ആർക്കും ലഭിക്കില്ല എന്ന് ഉള്ള വാർത്ത അവരുടെ ആഭ്യന്തര മന്ത്രാലയം, അതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകുന്നു. അതുപോലെ വ്യോമതാവളങ്ങൾ അടയ്ക്കുന്നു. ഈ ഇറാൻ ഈ മേഖലയിലേക്കുള്ള ഈ ഇത്തരത്തിലുള്ള വ്യോമ സർവീസുകൾ, വിമാന സർവീസുകളൊക്കെ നിലയ്ക്കുന്നൊരു സാഹചര്യം നമ്മുടെ ഈ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളെ സംബന്ധിച്ച്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അത് ഈ ഒരു സാഹചര്യത്തിന്റെ പ്രതിഫലനമല്ലാതെ ഉണ്ടാകുന്നുണ്ട്. ലോകമെമ്പാടും ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട്. അത് എണ്ണ വിപണിയിലടക്കം, അത് സ്റ്റോക്ക് മാർക്കറ്റിലടക്കം പ്രതിഫലിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ ഡ്രോണുകളാണ് അയച്ചതെങ്കിൽ പോലും ഇസ്രായേലിന്റെ ഏത് മുക്കിലും മൂലയിലും എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ഒരു സംവിധാനം ഇറാനുണ്ട്. അപ്പൊ അത് ഇത്രയും വലിയ ഒരു ആക്രമണം നേരിട്ട് ഏതാണ്ട് 100ഓളം ജീവനുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവനുകൾ എന്ന് നമുക്കങ്ങനെ പറയാമോ എന്നറിയില്ല. പക്ഷെ അങ്ങനെ പറയേണ്ടി വരും. കാരണം സൈനിക മേധാവി തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇറാൻ കടന്നു പോകുമ്പോൾ ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ഈ ചോരയ്ക്ക് ഇസ്രായേൽ കണക്ക് പറയേണ്ടി വരും എന്ന നിലയിൽ തന്നെ അവരുടെ പ്രസിഡന്റ്, അതുപോലെ വിദേശകാര്യമന്ത്രി ഒക്കെ പ്രതികരിച്ചിരിക്കും. മസൂദ് പെസഷ്ക്യാനും അതുപോലെ അബ്ബാസ് അരാക്ഷിയും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വരുന്ന മണിക്കൂറുകൾ ഇസ്രായേലിനെ സംബന്ധിച്ചൊട്ടും സുഖകരമായിരിക്കില്ല. അതേസമയം ഇസ്രായേൽ അതിശക്തമായി പറയുന്നു, ഇത് എത്ര നാൾ നീണ്ടു പോകേണ്ട യുദ്ധമാണെങ്കിൽ കൂടിയും അതിന് തങ്ങൾ സർവ്വസജ്ജരാണ് എന്ന് പറയുന്നു. അമേരിക്കയുടെ ഇതിലുള്ള റോളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യം ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടും കേൾക്കാതെ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തെക്കുറിച്ച് ട്രംപിന്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം ട്രംപ് പറയാം, എക്സലന്റ് ആയ ഒരു അറ്റാക്കാണ് നടന്നത്, ഇതിനപ്പുറവും ഇനി വരുന്ന മണിക്കൂറുകൾ സംഭവിച്ചേക്കാം എന്നൊക്കെ ട്രംപ് പറയുമ്പോൾ അത് കൃത്യമായിട്ടും അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണം നടന്നു. കാരണം ബുധനാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അമേരിക്ക പശ്ചിമേഷ്യയിലെ ഈ നോൺ എസെൻഷ്യൽ പേഴ്സണാലിറ്റീസ് അല്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന, ഇവിടെ അനിവാര്യമായും വേണ്ട ആളുകൾ ഒഴിച്ചുള്ള അമേരിക്കൻ പൗരന്മാരെയൊക്കെ തിരിച്ചു വിളിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടും അമേരിക്ക ഇത് അറിഞ്ഞിരുന്നു. അമേരിക്കയും കൂടി ഇതിന്, ഈ ആക്രമണത്തിന് ഇസ്രായേലിന് അനുവാദം കൊടുത്തു. അമേരിക്കയുടെയും കൂടെ പിന്തുണ ഈ ആക്രമണത്തിന് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, ഇത് എവിടം വരെ പോകും എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടാകുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകൾ അത് വല്ലാത്ത പിരിമുറുക്കത്തിന്റെ മണിക്കൂറുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് നല്ല വാർത്തകളൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. മുറിവേറ്റ ഒരു രാജ്യമെന്ന നിലയിൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടി വരുന്നത്. അതേസമയം ഇസ്രായേലും ഒട്ടും വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. ഇസ്രായേലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഈ ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിശക്തമായി ഇസ്രായേൽ നിൽക്കുന്നു. രണ്ട് വലിയ സൈനിക ശക്തികൾ, ലോകത്തിലെ തന്നെ രണ്ട് വലിയ സൈനിക ശക്തികൾ തന്നെ നേർക്കുനേർ നിൽക്കുമ്പോൾ, ടെഹ്റാനും ടെല്ലവീവും നേർക്കുനേർ നിൽക്കുമ്പോൾ വരുന്ന മണിക്കൂറുകൾ അത് പ്രവചനാതീതമാണ്. എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകളിലൂടെ പശ്ചിമേഷ്യ കടന്നു പോവുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വൈകാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം.